എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്ളോഗാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ വീട്ടിലും ഓരോ വ്ളോഗേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലുള്ള കാലമാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി മുട്ടി വിളിച്ച് പരിചയപ്പെട്ട മനുഷ്യനാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ റേഡിയോയിലൊക്കെ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അറിയുമെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കിയത് നിക്കീസ് കഫേയിലൂടെയാണ്. ഞങ്ങൾ കുടുംബത്തോട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു വ്ളോഗറാണ്. ഒരു പാവം മനുഷ്യനാണ്, കുറേയേറെ ആശയങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ആശയം, നമ്മുടെ ഈ പറഞ്ഞ പോലെ റേഡിയോ ഇൻഡസ്ട്രിയിൽ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന, എല്ലാ വർഷവും നമ്മൾ ഒരുക്കുന്ന ഒരു ആശയമാണ് ഒരു സഞ്ചരിക്കുന്ന റേഡിയോ സ്റ്റേഷൻ. ആ സഞ്ചരിക്കുന്ന റേഡിയോ സ്റ്റേഷൻ എങ്ങനെയാണ്, എന്താണ്, ഏതാണ് എന്നൊക്കെ ഉള്ളതാണ് ഈ വ്ളോഗിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലി തിരക്ക് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളിൽ പല പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റുകളൊക്കെ മിസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ അദ്ദേഹം ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എനിക്ക് കാണണം ഇടയ്ക്ക് എന്നൊക്കെ. ശരി, ഇനി എന്തെങ്കിലും പറയാം. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾ എല്ലാം പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റുഡിയോ ഞാൻ രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്, എന്താണ് നമ്മൾ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ മാവേലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു ഫാമിലിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിലൂടെ നമ്മൾ മാവേലിയെ കൊണ്ടുവന്നപ്പോൾ മാവേലിക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ളവരുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അപ്പോൾ കാഴ്ചയ്ക്ക് വൈകല്യമുള്ള, ബുദ്ധിമുട്ടുള്ള ഒരു പെങ്ങളുട്ടിയുടെ ദുബായ് കാണണമെന്ന ആഗ്രഹമാണ് കഴിഞ്ഞ വർഷം മാവേലി സാധിച്ചു കൊടുത്തത്. അത് ഞങ്ങളവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുടുംബത്തോടെ. എന്നിട്ട് ദുബായ് കാണിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഒരു RJ എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു അത്. കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു വലിയ നഗരം വരച്ചിട്ട് കൊടുക്കുക എന്ന് പറയും. ഇത്തവണത്തെ മാവേലി നമുക്കറിയാം, മാമേഴഞ്ചാം തോട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് വളരെ കുറച്ച് നാളുകളേ ആയുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 51ാമത്തെ ദിവസമാണ് ജോയിച്ചേട്ടൻ മരിച്ചിട്ട്. അപ്പോൾ അന്ന് മുതലേ ഈ പറഞ്ഞ പോലെ മനസ്സിലെ അലട്ടുന്ന നമ്മുടെ ബിഗ് FM-ൻ്റെ ടീം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ എങ്ങനെ ഉപയോഗം കുറയ്ക്കാം. ഈ വലിച്ചെറിയൽ എങ്ങനെ, നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്, നമ്മുടെ ശരീരത്തിനുള്ളിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഗർഭസ്ഥ ശിശുവിൽ പോലും പ്ലാസ്റ്റിക് കാണുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനെ വലിച്ചെറിയാതെ അതിനെ നല്ല രീതിയിൽ സംസ്കരിക്കുക എന്നുള്ള ആശയമാണ് ബിഗ് മാവേലിയുടെ ഇത്തവണത്തെ ഉദ്ദേശം. രണ്ടാമതൊന്ന്, നമ്മൾ വയനാട്ടിലേക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കായിട്ട് ഏകദേശം 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് ഞങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പണം വെച്ചിട്ട് ചോദിക്കാനുള്ള ചോദ്യം വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചാരിറ്റി ഒരുപാട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല ആളുകൾ ഫെയിം, മണി ഇതിനകത്ത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഏതൊരു ടൈമിലാണ് അത് ജീവിതത്തെ നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം, നമ്മുടെ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ഉണ്ടാവും ഇത്തരത്തിലുള്ള, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇതാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം വരുന്നത്. അത് എപ്പോഴാണെന്ന് പറയാം. അതൊരു വലിയ കഥയാണ്. ആ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയം നിങ്ങൾക്ക് നമുക്ക് രണ്ടാൾക്കും. എന്നിരുന്നാലും അത് പലർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ അത്യാവശ്യത്തിലേറെ പിന്നെ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്ന, ഞാൻ 18 വയസ്സ് പോലെ അധ്വാനിച്ചു തുടങ്ങിയല്ലോ. 20 വയസ്സിൽ മീഡിയയിലെത്തി. അത്യാവശ്യത്തിലേറെ ശമ്പളമൊക്കെ ഉണ്ടായിരുന്ന ജോലിയായിരുന്നു എനിക്ക്. അപ്പോൾ ഖത്തറിലും അത്യാവശ്യത്തിലേറെ വലിയ ജോലിയും മീഡിയ ഫീൽഡിൽ തന്നെ സ്വന്തം റേഡിയോ എന്നൊക്കെ പറഞ്ഞ് ആശയമായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് എൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ഒരു 20 മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടു. ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്ന റേഡിയോയ്ക്കുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ കെട്ടിവെച്ച കാശ് വഴി പോയി. കൂടെ ഉണ്ടായിരുന്നവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. ഞാൻ കൊണ്ടുപോയി 25 പേരുണ്ടായിരുന്നു. അന്ന് പിന്നെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ പട്ടിണി കിടക്കേണ്ടി വന്നു. ഒരു 3 മാസത്തോളം വെള്ളം കുടിച്ചും കുബൂസ് കഴിച്ചുമൊക്കെ കിടക്കേണ്ടി വന്ന ആ സമയത്താണ് ഈ പണം വലിയ സംഭവമല്ലെന്നും നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടെന്നും ഒക്കെ തിരിച്ചറിയുന്നത്. അതിനുശേഷം എൻ്റെ സമ്പാദ്യത്തിൽ, എൻ്റെ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ സമ്പാദ്യത്തിൽ നിന്ന് പരമാവധി നമ്മൾ ഈ പറഞ്ഞ പോലെ അത് നിങ്ങളിൽ നിന്ന് മേടിക്കുന്നതിന് പകരം, നിങ്ങളുടെ സംഭാവനയായിട്ട് സ്വീകരിച്ച് ചെയ്യുന്നതിന് പകരം ഞങ്ങളുടെ ഇൻകത്തിൽ നിന്ന് ചെയ്യുക എന്നുള്ള തീരുമാനിച്ചു. അതിങ്ങനൊരു ശീലമായിപ്പോൾ എന്തും ഒരു 2-3 മാസം കഴിയുമ്പോൾ ശീലമാവുമല്ലോ. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇനിയും അതങ്ങനെ ആവട്ടെ. ഞാൻ വിശദമായിട്ട് സ്റ്റുഡിയോ എങ്ങനെ എന്തെന്നൊക്കെയുള്ള ഇദ്ദേഹം കാണിച്ചു തരും. ഞാനൊന്ന് ചെറിയൊരാവശ്യം പോയിട്ട് മടങ്ങി വരാം. അദ്ദേഹത്തിനോട് ഒരുപാട് സന്തോഷം. അപ്പം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും എനിക്കുമൊക്കെ ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഒരേ ടീമാണ്. പിന്നെ കാണാം. വരകട്ടെ. നമുക്ക് സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് കയറാം. നല്ല മനോഹരമായൊരു സ്റ്റുഡിയോ ആണ് ക്യാരവനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണാടിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ബെഡ് ഇവിടെ കാണാൻ പറ്റും. റെസ്റ്റൊക്കെ എടുക്കാം, ഉറങ്ങാം. പിന്നെ അതോടൊപ്പം തന്നെ ഗസ്റ്റൊക്കെ വരികയാണ്, ഇരിക്കാൻ ഒരു സോഫയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മാക്കിൻ്റെ ലാപ്ടോപ്പും ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം കാണുന്നത്. ഇത് വെച്ചായിരിക്കും നമ്മൾ സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ എയർ ചെയ്യുന്നത്.
അപ്പോൾ എന്താണ് സൂപ്പർ ഒരു നല്ലൊരു എന്താണ് പറയുക സഞ്ചരിക്കുന്ന ഒരു റേഡിയോ സ്റ്റുഡിയോ എന്നൊരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഉള്ളിൽ കയറി കാണുന്നത്. കഴിഞ്ഞ വട്ടം ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കും, നമുക്ക് ഇങ്ങനെ ഉള്ളിൽ കയറി കാണാനുള്ള അവസരങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഇൻ്റർവ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മൈക്ക് ബാക്കിയുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഫിറോസിക്ക ഇപ്പം കോവളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വീണ്ടും അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേതുപോലെ ഇത്തവണ ബിഗ് എഫ് മാവേലി യാത്ര നടത്തുന്നത്, ഓണയാത്ര നടത്തുന്നത് നമ്മുടെ നാടിന്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരായ യുദ്ധമുഖത്തേക്കാണ്. ഈ ഓണത്തിന് നമ്മളെല്ലാവരും ഈ തിരുവനന്തപുരം നഗരമാകെ എടുക്കേണ്ട വലിയ പ്രതിജ്ഞ, ഞാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം അത് സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വവും എനിക്കുള്ളതാണ്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി മറ്റൊരു കാര്യം എനിക്ക് ആകർഷകമായി തോന്നിയത്, ബിഗ് എഫും വയനാടിനെ മറന്നിട്ടില്ല. ബിഗ് എഫ് വയനാടിന് ആവശ്യമായതുകൂടി ഈ ക്യാമ്പയിന്റെ ഒടുക്കം ഇതിന്റെ കൺക്ലൂഷൻ എന്നുള്ളതിൽ ചെയ്യുന്നു എന്നുള്ള നിലയിലാണ്. എന്തു തന്നെയായാലും നമ്മുടെ ഈ ഓണം കൂടുതൽ പ്രൊഡക്റ്റീവാക്കാൻ നമുക്ക് കഴിയും. തിരുവനന്തപുരത്തിന് ബിഗ് എഫിനൊപ്പം ചേർന്ന് നിന്ന്, ബിഗ് എഫ്എമ്മിനൊപ്പം ചേർന്ന് നിന്ന് വളരെ ആവേശത്തോടെ അഭിമാനത്തോടെ ഈ എറിയുന്നു എന്നുള്ളത് നമ്മളെയെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വിശ്വപൗരന്മാരാക്കി നമ്മളെ എല്ലാവരെയും മാറ്റുന്നു എന്നുള്ളതാണ്. ലോകമാകെ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉദ്യമം ഗോൾസിലേക്ക്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് അതിന്റെ ഭാഗമായി മാറുന്നു. അതിന് ഞാൻ സ്ഥിരമായി ആ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഓണയാത്രയുടെ ഭാഗമാകാം. കൈയടിക്കുക